ഇന്ന് നമുക്കൊരു സിമ്പിൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാലോ. ആദ്യം 2 വെല്ലുള്ളി കുനുകുന അരിഞ്ഞ് വയ്ക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും മാറ്റി വയ്ക്കുക. ഇനി ഒരു കടായിയോ ചീനച്ചട്ടിയോ സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരുംജീരകം ഇട്ട് പൊട്ടിക്കുക. അത് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആദ്യം ആക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് 1 മിനിറ്റ് വഴറ്റുക. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച ഉള്ളിയും ചേർക്കുക. ഉള്ളി നല്ല ബ്രൗൺ നിറമാവുന്ന വരെ നമ്മൾ വഴറ്റണം. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നമുക്കിവിടെ ഈ ചിക്കൻ റോസ്റ്റിൽ നമുക്ക് പച്ചമുളക് നല്ലോണം ആദ്യം ചേർത്തുകൊണ്ട് മുളക് പൊടി അത്ര ഇടുന്നില്ല. അതുകൊണ്ടാണ് കാശ്മീരി ഉപയോഗിക്കുന്നത്, നല്ലൊരു നിറത്തിന് വേണ്ടിയിട്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നല്ലപോലെ വഴറ്റുക. പൊടികളുടെ പച്ച മണമൊക്കെ മാറുന്ന വരെ നമ്മൾ വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് ഇടുന്നത്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ 1/4 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. ചിലപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം വരും, അങ്ങനെയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട. ലാസ്റ്റ് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. അപ്പം നമുക്കൊരു പുളിയുടെ ചെറിയൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ തക്കാളി ഇടുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനങ്ങനെ ടൊമാറ്റോ സോസ് ഇടുന്നത്. ഗ്രേവി വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റി വെക്കാം. ഗ്രേവി വേണ്ടെങ്കിൽ ഗ്രേവി വറ്റുന്നവരെ ഗ്യാസിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അത്രയേ ഉള്ളൂ.